ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബട്ടർ മുറുക്കാണ്. അതിന് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. അത് ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. അടുത്തതായിട്ട് അരിപ്പൊടി അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ അതിൻ്റെ ഹാഫ് കടലമാവ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തതായിട്ട് വളരെ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ബട്ടർ ചേർക്കുന്നുണ്ട്. ഞാൻ വലിയ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇത് പൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ വെച്ച് തിരുമ്മി യോജിപ്പിക്കണം. കുറച്ച് കറുത്ത വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് പൊട്ടുപൊടി നനച്ച പോലെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ബട്ടർ. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ. വെള്ളം കൂടി പോകരുത്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, എണ്ണ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഇനി നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റാർ അച്ചാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ പോകുന്നത്. മുറുക്കുണ്ടാക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എണ്ണ ചൂടായോ എന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് മുറുക്ക് പിഴിയാം. സൈഡ് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വറുത്ത് കോരി എടുക്കാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ വറുത്തെടുക്കാം. ലാസ്റ്റ് ബാച്ച് ഞാൻ ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് കോരിയ ഉടനെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇത് ഹാർഡായി കിട്ടും. കിടു ടേസ്റ്റുള്ള ബട്ടർ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു തവണ വീട്ടിലുണ്ടാക്കിയാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേ ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അത്ര ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. താങ്ക് യു.